വയനാട് ദുരന്തഭൂമിയിൽ ഇതുവരെ സേവനം നടത്തിക്കൊണ്ടിരുന്ന സൈന്യം താൽക്കാലികമായി വിടവാങ്ങുന്നു. അവർക്കുള്ള യാത്രയയപ്പാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് നമുക്ക് പോകാം. ദുരന്തഭൂമിയിൽ കൈമെയ് മറന്ന് കേരള പോലീസിനും ഫയർഫോഴ്സിനും രക്ഷാപ്രവർത്തകർക്കുമൊപ്പം രക്ഷാപ്രവർത്തനം നടത്തിയ ഇന്ത്യൻ സേനയുടെ സൈന്യത്തിൻ്റെ താൽക്കാലികമായുള്ള വിടവാങ്ങൽ, അവർക്ക് യാത്രയയപ്പ് നൽകുന്ന നിമിഷങ്ങളിലൂടെയാണ് വയനാട് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിൻ്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് നമുക്കറിയാം, വയനാട്ടിലെ ദുരന്തം നടന്ന ആ ദിവസം മുതൽ അവിടെ സജീവമായി നിലനിൽക്കുന്ന സൈന്യം, ആ സൈന്യം ബേലിപ്പാലം അടക്കം നിർണായകമായ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദിശകൾ പാകിയത് സൈന്യത്തിൻ്റെ ഇടപെടൽ കൂടിയാണ്. ആ സൈന്യമാണിപ്പോൾ അവിടെ നിന്ന് താൽക്കാലികമായി വിടവാങ്ങുന്നത്. അതിൻ്റെ വിവരങ്ങളുമായി PV കുട്ടൻ, ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. കുട്ടൻ, സൈന്യം താൽക്കാലികമായി വിടവാങ്ങുന്ന രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് അവർക്കുള്ള യാത്രയയപ്പ് അത് അതിവൈകാരികമായി തന്നെയാകും ഒരുപക്ഷെ യാത്രയയപ്പ് നൽകുക. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാനാകുന്ന വിവരങ്ങൾ? വളരെ വൈകാരികമായ യാത്രയപ്പാണ് ഇപ്പോൾ ഈ വയനാട് കലക്ടറേറ്റിൽ സൈനികർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സൈന്യത്തിൻ്റെ ഒരു ഭാഗമാണിപ്പോൾ പോകുന്നത്. ആ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഇവിടെയൊക്കെ ഓടിയെത്തി വയനാടിനെ ചേർത്ത് പിടിച്ച സൈന്യത്തിന് വലിയ രീതിയിലുള്ള വൈകാരികമായ യാത്രയപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ യാത്രയപ്പ്. സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഈ യാത്രയപ്പിൽ പങ്കെടുത്തത്. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വളരെ വൈകാരികമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കലക്ടറേറ്റിലെ ഈ സൈന്യം. തീർച്ചയായിട്ടും ഇവര് വന്നത് മുതൽ ഇതുവരെ ഞങ്ങളെല്ലാവരും ഒരു മനസ്സും ഒരു ശരീരം പോലെയാണ് നിലകൊണ്ടത്. എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഫോഴ്സസും ഞങ്ങളൊരു മനസ്സും ഒരു ശരീരം പോലെ നിന്നു. എല്ലാ നിലയിലും ഇവരിടപെട്ടു. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം രക്ഷാദൗത്യ പ്രവർത്തനത്തിന് ഏറെ സഹായകരമായി. അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ സഹായകരമായി. ഒരു ടീമിൽ നിന്നും ഒരാളുകൾ വിടവാങ്ങുമ്പോഴുള്ള ഒരു മനോവേദന ഞങ്ങൾക്കുണ്ട്. പക്ഷേ അവരെ കൊണ്ട് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. വിടവാങ്ങൽ അനിവാര്യമാണ്. ആ നിലയിൽ അവർക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു ബിഗ് സല്യൂട്ട് ഇന്ത്യൻ ആർമിക്കും നേവിക്കും നൽകുകയാണ്. What's your experience? Yeah, actually, this was a experience with in conjunction with the civil administration and everything. It was good because our operation could be successful. Operations means for the rescue operation could be successful because of the support which we have from the civil administration, the locals, and the other uniform forces like police, the NGOs, SGOs, and the Navy, Coast Guard. So the NDRF, they were the uniform forces, and obviously that's because we are trained for these operations, but this operation could not be successful without the support of the administration, civil administration, to the DC, the police, and from the higher side, because ministers have released the rations, water, and they arranged for the shelter for us. So we did not think for our in night when the operation is halted, where we'll go and stay and where we'll take the recoup. So these things were taken care by the civil administration and the ministers, and obviously we could concentrate on especially for the ops only. Thank you. മിനിസ്റ്റർ, ഇനിയിപ്പോൾ എത്ര പേരാണ് ഇവിടെ തുടരുന്നത്? ഒരു വിഭാഗം ആളുകളെ പോകുന്നുള്ളൂ. ബാക്കി നിൽക്കേണ്ടവരുണ്ടാവും. നേരത്തെ വ്യക്തമാക്കിയ കാര്യങ്ങളാണ്. ഇവരെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ഇവർ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത്. അജിംഷാദ്, നമ്മളിപ്പോൾ സൈനിക ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതോടൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് കാണാം ദൃശ്യങ്ങൾ. അവരെയൊക്കെ എത്രയോ ദിവസങ്ങൾ വളരെ സജീവമായി ഈ ദുരന്ത ഭൂമിയിൽ വർക്ക് ചെയ്തതാണ്. കാരണം ബേലിപ്പാലത്തിൻ്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. വളരെ സ്ട്രോങ് ആയി, വളരെ ശക്തമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം, എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം, അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനമൊക്കെ നടത്തി ഈ ദുരന്തം നടന്ന ഘട്ടത്തിൽ തന്നെ അവിടേക്ക് പറന്നിറങ്ങിയവരായിരുന്നു ഇവർ. ഇന്ത്യയുടെ സേന സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അവരിവിടേക്ക് എത്തുകയായിരുന്നു. വളരെ ദുഷ്കരമായ ഒരു കാലാവസ്ഥ, അതോടൊപ്പം തന്നെ വളരെ ആ അന്തരീക്ഷം, അതിലൊക്കെ മറികടന്നുകൊണ്ടാണ് ഇവരെല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മോടൊപ്പം ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ മന്ത്രിമാർ, അതെ, മന്ത്രി AK ശശീന്ദ്രനോടൊപ്പം തന്നെ OR കേളു ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ ഇവരെ യാത്രയാക്കുന്ന ദൃശ്യങ്ങളാണ്. കാരണം വയനാട് കലക്ടറേറ്റിൽ വെച്ചാണ് യാത്രയപ്പ് ചടങ്ങ് നടക്കുന്നത്.
ഇപ്പോൾ നമ്മോടൊപ്പം വയനാടിൻ്റെ ചുമതലയുള്ള മന്ത്രി കേളുവട്ടൻ OR കേളുവട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കേളുവട്ടൻ, ഈ സംഭവം നടന്ന ഘട്ടം മുതൽ തന്നെ ഇവിടെ വളരെ സജീവമായി നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏകോപനം വഹിക്കുന്ന മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ മന്ത്രിതല ഉപസമിതിയിലെ അംഗം കൂടിയാണ്. കേളുവട്ട, ഈ വളരെ വൈകാരികമായാണ് ഈ സൈനികർക്കുള്ളൊരു യാത്രയപ്പ് എന്നുള്ളത് അല്ലേ? പിന്നെ വളരെ വൈകാരികം എന്ന് പറഞ്ഞാൽ വളരെ വൈകാരികമാണ്. കാരണം ഈ ദുരന്തമുണ്ടായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ നമ്മളെ ഈ സൈറ്റിൽ വരികയും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ആ രക്ഷാപ്രവർത്തനം ഏറ്റവും വിജയകരമായി സമയബന്ധിതമായി പൂർത്തീകരിക്കാനും സാധിച്ചു എന്നുള്ളത് നമുക്ക് എന്താ പറയുക, വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു എഫേർട്ട് തന്നെയാണ് സൈന്യം എടുത്തിട്ടുള്ളത്. വളരെ സമയമെടുത്തുകൊണ്ട് തന്നെ ഒരു പാലം പെട്ടെന്ന് തന്നെ നിർമ്മിക്കുകയും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെ റോപ്പ് വേ വഴിയും ഒക്കെ അവർ നടത്തിയതൊക്കെ നോക്കി നിന്ന് കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ ദൗത്യം പൂർത്തീകരിച്ച് ഇന്ന് നമ്മുടെ സൈന്യം ഇന്ന് മടങ്ങുമ്പോൾ അവരോടൊക്കെ തീർത്താൽ തീരാത്തത്ര കടപ്പാടും ബാധ്യതയും ഉത്തരവാദിത്വവും ഒക്കെ മന്ത്രി എന്ന നിലയ്ക്കും ഒരു ജനപ്രതിനിധി നിലയ്ക്കും ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സൈന്യത്തെ ഏറ്റവും ഈ അവസരത്തിൽ നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ സൈന്യത്തെ ഓർത്ത് അഭിമാനിക്കുകയാണ്. എല്ലാ തരത്തിലുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഇന്ന് ഇവരുടെ മുമ്പാകെ നമ്മൾ വെക്കുകയാണ്. ജിംഷാദെ, വയനാടിൻ്റെ ഒരു മനസ്സാണ് ഇപ്പോൾ കേളുവട്ടൻ പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഈ സൈനികർ തുടക്ക ദിവസം മുതൽ തന്നെ ഇവിടെ എല്ലാ രക്ഷാപ്രവർത്തകരും കേരളത്തിൻ്റെ സേനാംഗങ്ങളായാലും കേന്ദ്ര സേനയായാലും നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ധാരണകൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു വൈകാരിക അന്തരീക്ഷമാണ്. കാരണം അവരുടെ ഡ്യൂട്ടി പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ട് മടങ്ങുകയാണ്. പക്ഷേ ഒരു സംഘം ഇവിടെ തുടരുന്നുമുണ്ട്. അപ്പോൾ മറ്റ് പ്രവർത്തനങ്ങൾക്ക്, അതായത് ആ ടീം നടത്തുന്ന മറ്റ് പ്രവർത്തനങ്ങളൊക്കെ തുടർന്ന് നടക്കും. ജിംഷാദ്, തീർച്ചയായും PV കുട്ടൻ, ഒരുപക്ഷെ സൈന്യത്തിന് പോലും രാജ്യത്ത് ഇതുപോലൊരു അനുഭവം ഒരുപക്ഷെ ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകും അനുഭവം ഉണ്ടാകില്ല. കാരണം നമുക്ക് കേരളം എന്നത് നമ്മുടെ സംസ്ഥാനം മാത്രമല്ല, നമ്മുടെ ആശയം കൂടിയാണ്. അതിഥി ദേവോഭവ എന്ന അർത്ഥത്തിൽ മാത്രമല്ല. കാരണം അവിടേക്കെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന അവർ, നമ്മുടെ സഹോദരങ്ങളെ സേവിക്കാനായി അവിടെ എത്തിയ അവർക്ക് അവരുടെ ഒരു ഭാഗം മാത്രം പോകുമ്പോൾ അവർക്ക് ആ യാത്രയപ്പ് ഇതുവരെ അവർ നിലനിന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടല്ല നാം കാണുന്നത്, അവരുടെ ഹൃദയ പ്രവൃത്തിയായി മാത്രമാണ് നാം അതിനെ കാണുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ബന്ധിതമായ ചില മുഹൂർത്തങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് അവരെ പറഞ്ഞയക്കുന്ന ഒരു ദിശ. ഒരുപക്ഷെ രാജ്യത്ത് എവിടെയും സൈന്യത്തിന് ഇങ്ങനെ ഒരു മുഹൂർത്തം നേരിടേണ്ടി വന്നിട്ടുണ്ടാകില്ല. PV കുട്ടൻ, ജിംഷാദ്, അങ്ങനെ തന്നെയാണ്. കാരണം ഈ ദുരന്തം നടന്നത് അതിൻ്റെ ഒരു വ്യാപ്തി എത്രയാണെന്നൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ പകച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ സേനക്കൊപ്പം തന്നെ കേന്ദ്രം സൈന്യവും ഇത്തരത്തിൽ ഇടപെടൽ നടത്തി അവിടേക്ക് കുതിച്ചെത്തുന്നത്. നമുക്കറിയാം, ബേലിപ്പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുന്നു. അവിടെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുണ്ടക്കൈയിലൊക്കെ എത്തിക്കൊണ്ട് ജനങ്ങളെ അവിടെ കുടുങ്ങിപ്പോയവരെ തിരിച്ചെത്തിക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ വളരെ സജീവമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇപ്പോഴും ഒരു വിഭാഗം ടീം അവിടെ തുടരുന്നുണ്ട്, ഒരു വിഭാഗം സൈനികർ അവിടെ തുടരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പോലീസ് സൈന്യത്തിന്റെ കൂടെ തന്നെ പോലീസും വളരെ സംയുക്തമായി, ഫയർഫോഴ്സൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചത്. ഇപ്പോൾ നമ്മോടൊപ്പം സേതുരാമൻ ചേരുന്നുണ്ട്, IPS. ഈ സൈന്യം, അതായത് ഇതൊരു വല്ലാത്തൊരു ദുരിത ഭൂമിയായിരുന്നു. അപ്പോൾ ആദ്യം പോലീസും ഫയർഫോഴ്സൊക്കെ എത്തുമ്പോൾ സൈന്യം സഹായിക്കാൻ എങ്ങനെയായിരുന്നു കേരള പോലീസിന് സൈന്യത്തിന് സഹായം ഉണ്ടായത്? ഇത് ഈ ദൗത്യം വലിയൊരു ടീം എഫേർട്ടായിരുന്നു. ആ ടീം എഫേർട്ടിൻ്റെ ഭാഗമായി ആർമിയുടെ സേവനം വളരെ മഹത്തരമാണ്. അവർ വന്നതിന് ശേഷം നമ്മുടെ വലിയൊരു അനുയോജ്യമായി എല്ലാം ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചത്. തീർച്ചയായും സൈനികരുടെ സേവനം നമ്മൾ കേരള സമൂഹം മറക്കത്തില്ല. അതേപോലെ തന്നെ ആർമിക്കാർക്കും കേരള ജനതയോട് ഉള്ള ആ നന്ദിയോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയും ഇതുപോലത്തെ നമ്മുടെ സർക്കാർ ഏത് ആവശ്യങ്ങളുണ്ടെങ്കിലും സർക്കാർ ഉടൻ തന്നെ ചെയ്തു കൊടുത്തു. അത് JCB മിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെ ആഹാര ഭക്ഷണം ആയിക്കോട്ടെ, അവിടെ തങ്ങുന്ന അവിടെ വാസസ്ഥലങ്ങൾ, സൗകര്യങ്ങൾ, എല്ലാ രീതിയിലും ഒരു മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ലഭിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ കണ്ടത്. താങ്കളുടെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ ഇത്തരമൊരു അനുഭവം ആദ്യമായിട്ടാണോ? തീർച്ചയായും ഇത് ആദ്യമായിട്ട് എനിക്ക് അനുഭവമാണിത്. അതേസമയത്ത് ഇനി ഈ അനുഭവം ഉണ്ടാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നാലും ഇത് ജനങ്ങളെ സേവനം ചെയ്യാൻ സാധിച്ച്
വളരെ വളരെ ഇപ്പോൾ സേതുരാമൻ ഉൾപ്പെടെ നമ്മുടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സൈന്യവും പോലീസും ഫയർഫോഴ്സും എല്ലാം റവന്യൂ സംഘവും ഒക്കെ തീർച്ചയായും പി വി കുട്ടൻ, കാരണം നമുക്കറിയാം കാരണം സൈന്യം എത്തുന്ന ഒരു ചെറിയ ഗ്യാപ്പിലും അത് ആ ഗോൾഡൻ അവേഴ്സ് ഉപേക്ഷിക്കാതെ കൃത്യമായി പ്രവർത്തിച്ച് രാജ്യത്ത് തന്നെ രക്ഷാപ്രവർത്തനത്തിന് മാതൃക കാട്ടിയ സംസ്ഥാനമാണ് കേരളം. കാരണം ഈ ബെയിലി പാലം വരുന്നതിന് മുമ്പ് ലാഡറുകൾ കൂട്ടിക്കെട്ടി സിപ്പ് പാലത്തിലൂടെ നിരവധി പേരെ രക്ഷിക്കുന്നു. അങ്ങനെ രക്ഷാപ്രവർത്തനം നമ്മൾ ഊർജിതമായി നടത്തി. പക്ഷേ സൈന്യം സ്വാഭാവികമായും അവർക്ക് ഇതിനുള്ള കൂടുതൽ പരിശീലനം ലഭിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ആ സൈന്യത്തിൻ്റെ എത്തൽ കൂടുതൽ രക്ഷാപ്രവർത്തനത്തെ ഊർജിതമാക്കി എന്നേ ഉള്ളൂ. പക്ഷേ അപ്പോഴും ആ സൈന്യത്തിൻ്റെ ഒരു വിഭാഗം പോകുമ്പോൾ അത് നമ്മുടെ വീട്ടിൽ നിന്ന് താമസിച്ചിട്ട് പോകുന്നത് പോലെ സ്നേഹവായ്പോടുകൂടി പറഞ്ഞയക്കുന്നു എന്ന് പറയുന്ന വലിയൊരു സംസ്കാര സമ്പന്നത, വലിയൊരു പരിഷ്കൃത ഭാവം ഒക്കെ അവിടെ പ്രതിഫലിക്കുകയാണ്. അതാണ് ഇന്ന് കളക്ട്രേറ്റിൽ ഇപ്പോൾ പി വി കുട്ടൻ നിൽക്കുന്നതിന് പശ്ചാത്തലത്തിൽ പുരോഗമിക്കുന്നത്. ഈ ദുരന്ത ഭൂമികയ്ക്കായി പ്രത്യേകം ഏർപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതിക്കൊപ്പം പോലീസുകാരും മറ്റുള്ളവരും ഒക്കെ ഈ യാത്രയപ്പിലുണ്ട്, ചേരുന്നുണ്ട് അല്ലേ കുട്ടൻ? അതെ, ഇത് കളക്ടറേറ്റിനുള്ളിലൊരു ചെറിയ ചടങ്ങായിരുന്നു. പക്ഷെ ഇവിടെ മന്ത്രിമാരുണ്ട്, അതോടൊപ്പം തന്നെ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, പോലീസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഈ യാത്രയും ചടങ്ങിൽ പങ്കെടുത്തു. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വല്ലാത്ത രീതിയിൽ പകച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു സൈന്യം അവിടേക്ക് ഓടിയെത്തുന്നതും. അവിടെ വേണ്ട കേരള പോലീസിനും കേരളത്തിലെ ഈ രക്ഷാപ്രവർത്തകർക്ക് വേണ്ട മുഴുവൻ സഹായങ്ങളും നൽകുന്നു. അവിടെ ഈ ദുരന്തഭൂമിയിലെ ദുരിതങ്ങൾ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സൈന്യം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വികാര വായ്പോടുകൂടി തന്നെയാണ് ഇവിടെ ഇപ്പോൾ യാത്രയപ്പ് നൽകുന്നത്. തീർച്ചയായും മന്ത്രി മുഹമ്മദ് റിയാസ് എന്തൊക്കെ കാര്യങ്ങൾ ഈ കമാൻഡറോട് ഷെയർ ചെയ്യുന്നുണ്ട്, അതൊക്കെ നേരത്തെ നാം കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട്, അതിലേക്ക് കൂടി നമുക്ക് മൈക്കും ക്യാമറയും നൽകാവുന്നതാണ്. കുട്ടൻ അതുപോലെ തന്നെ ഈ സൈന്യത്തിലെ വലിയൊരു വിഭാഗം ഇവിടെ തുടരും അല്ലേ? നേരത്തെ തന്നെ നമ്മളത് നൽകിയതാണ്, നമുക്കറിയാം. അതെ, സൈന്യത്തിലെ ഒരു ഭാഗം ഇവിടെ തുടരും. ഇപ്പം മന്ത്രി AK ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ നമുക്കറിയാം വളരെ വൈകാരികമായ ഒരു യാത്രയപ്പാണ്, ഒരു രംഗമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ അത്രയും കൂടുതൽ വയനാട്ടിനെ സഹായിച്ച ഈ സുരക്ഷാ ദൗത്യത്തിലൊക്കെ സഹായിച്ച സൈന്യത്തിലെ ഒരു ഭാഗം ഇവിടെ നിന്ന് പോവുകയാണ്. സൈന്യത്തിലെ ഒരു ഭാഗം പോകുന്നു എന്നത് നമ്മളിൽ കുറേ പേർ നമ്മളെ വിട്ടുപോകുന്നത് പോലെയാണ് തോന്നുന്നത്. സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് പ്രവർത്തിച്ചവർ, അവർക്ക് അവരുടെ ദൗത്യം നിർവഹിച്ച് കഴിഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റില്ല എങ്കിൽ പോലും പോകരുതായിരുന്നു, ഇവിടെ ഉണ്ടാകണമായിരുന്നു എന്നാണ് ഞങ്ങളും അവരും ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അസാധാരണമായ അനുഭവം ഈ ദുരന്തഭൂമിയിലെ സവിശേഷതകളിൽ ഒന്നാണ്. അപ്പോൾ എല്ലാ നിലയിലും മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് ദുരന്തഭൂമിയിലെത്തി നമ്മളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. അത് ഹൃദയസ്പർശിയായ പ്രവർത്തനമായിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. സൈനികരെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഈ ദുരന്തം നടന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇവിടേക്ക് എത്തിയ മന്ത്രി അങ്ങായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയ ആ ഘട്ടത്തിലുള്ളൊരു അനുഭവം, പിന്നീട് സൈന്യം വന്നതിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെയാണ്? ഇവിടെ വരുമ്പോൾ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ ഭരണകൂടം ചെയ്തിരുന്നെങ്കിലും എങ്ങനെ മറുകര ചെന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെന്നതിനെക്കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു. അതുകൊണ്ടാണ് സൈന്യത്തിന് ഒരു 3 മണിയോടുകൂടി സൈന്യം ഇവിടെ എത്തി പാലം നിർമ്മിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം നടക്കുമെന്ന് നമുക്ക് ഒരു ആത്മവിശ്വാസമുണ്ടായത്. വലിയൊരു ആശ്വാസമായിരുന്നു സൈന്യത്തിൻ്റെ വരവ്. അവർ ഒരു ദിവസം കൊണ്ട് ആ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കുകയും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിരവധി ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ഇതാണ് കേരള മാതൃക, ഇതാണ് ജനകീയ മാതൃക, ഇതാണ് മനുഷ്യസ്നേഹപരമായ നിലപാട്. ഈ മനുഷ്യസ്നേഹപരമായ നിലപാടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നാളെ വയനാടിനെ പുനർനിർമ്മിക്കാം. അതിനുള്ള എല്ലാ പിന്തുണയും എല്ലാവരിൽ നിന്നും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അജിംഷാദ് മന്ത്രി AK ശശീന്ദ്രൻ ഇപ്പോൾ നമ്മോട് കാര്യങ്ങൾ സംസാരിച്ചു. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹമായിരുന്നു ഇവിടെ ആദ്യമായി എത്തിയ മന്ത്രി. ആ ഘട്ടം മുതൽ തന്നെ ഈ ദിവസം വരെ അദ്ദേഹം ഇവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സൈന്യം എത്തിയ ഘട്ടം മുതലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോട് ഷെയർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും പി വി കുട്ടൻ, അതായത് ഈ സൈന്യത്തിൻ്റെ ഒരു ഭാഗം അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി പോകുന്നുണ്ടെങ്കിൽ പോലും സൈന്യത്തിൻ്റെ മറ്റൊരു ഭാഗം അവിടെ തുടരുന്നു. മാത്രമല്ല രക്ഷാപ്രവർത്തനം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഫുൾ സ്വിങ്ങിൽ തന്നെ ഇനിയും തുടരും, മുഴുവൻ പേരെയും കണ്ടെത്തുന്നത് വരെ അല്ലേ കുട്ടൻ? അതെ, സൈന്യം ഇവിടെ തുടരും. അജിംഷാദ്, ഇപ്പോൾ ഈ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിനകത്ത് പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കാൻ വേണ്ടി പോവുകയാണ്. മാധ്യമപ്രവർത്തകർക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൈന്യത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ തുടരും. അജിംഷാദ്,
തീർച്ചയായും സൈന്യത്തിന് അവരുടെ ഹൃദയം കൊണ്ടുള്ള യാത്രയയപ്പ് നൽകുകയാണ്. കളക്ടറേറ്റിലെ ആ ചേംബറിനുള്ളിൽ നിന്നും ആ യാത്രയയപ്പിൻ്റെ വേദിയിൽ നിന്നും പി വി കുട്ടൻ ദൃശ്യങ്ങൾക്കൊപ്പം തത്സമയ വിവരങ്ങൾ കൂടിയാണ് നൽകുന്നത്.